2018 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ബിയോണ്ട് വൈറ്റ് സ്പേസ്. അന്യഗ്രഹ ജീവികളെ വേട്ടയാടി പിടിക്കാൻ പോകുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. 22-ാം നൂറ്റാണ്ടിലാണ് കഥ നടക്കുന്നത്. ഈ കാലത്തിൽ ബഹിരാകാശ യാത്രകളെല്ലാം സർവ്വസാധാരണമായിട്ടുണ്ട്. ഭൂമിയിൽ ഇപ്പോൾ ആഹാര സ്രോതസ്സുകളെല്ലാം തീരെ കുറഞ്ഞിരിക്കുകയാണ്. അതിനാൽ അന്യഗ്രഹ ജീവികളെയാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഗാലക്സിയുടെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കണ്ണിൽ കാണുന്ന ഏലിയൻസിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഭൂമിയിൽ വരാറുണ്ട്. പക്ഷേ ഏലിയൻസിനെ വേട്ടയാടുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയ ജോലിയാണ്. അതുകൊണ്ട് അധികം ആരും തന്നെ അതിനുവേണ്ടി ശ്രമിക്കാറില്ല. വേട്ടക്കാർക്കിടയിൽ വൈറ്റ് സ്പേസ് എന്നൊരു ഐതിഹ്യമുണ്ട്. അത് ബഹിരാകാശത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ പ്രവേശിക്കുന്നവരുടെ സകല അസുഖങ്ങളും മാറുമെന്നാണ് ഐതിഹ്യം. പക്ഷെ ഇതുവരേക്കും ആരും തന്നെ വൈറ്റ് സ്പേസിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കാരണം വൈറ്റ് സ്പേസിനെ സംരക്ഷിക്കാൻ ടെൻലങ് എന്നൊരു ഭീകരമായ രാക്ഷസ ജീവിയുണ്ട്. അതിനെ കൊന്നാൽ മാത്രമേ വൈറ്റ് സ്പേസിൽ പ്രവേശിക്കാൻ പറ്റൂ. ഒരിക്കൽ 2 വേട്ടക്കാര് ടെൻലങ്ങിനെ കണ്ടെത്തി. ക്യാപ്റ്റൻ ബെൻലി അതിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ മറ്റൊരു ചെറിയ രാക്ഷസ ജീവി കൂടെയുണ്ട്. അത് ടെൻലങ്ങിനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ സ്പേസ് സ്യൂട്ട് ധരിച്ച് രണ്ടാമത്തവൻ ടിം പുറത്തു വന്നു. എന്നിട്ട് ചെറിയ ജീവിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ അത് കണ്ടതും ടെൻലങ്ങിന് കൂടുതൽ ദേഷ്യമായി. അത് ടിമ്മിനെ വിടാതെ തുരത്താൻ തുടങ്ങി. ഇടയ്ക്ക് ബെൻലി സ്പേസ്ഷിപ്പിന്റെ വെപ്പൺ ഉപയോഗിച്ച് ടെൻലങ്ങിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കി. പക്ഷെ ടെൻലങ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. സെക്കൻഡുകൾ കഴിഞ്ഞതും സ്പേസ്ഷിപ്പിന് മുകളിൽ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ നിന്നും ടെൻലങ് വന്നിട്ട് സ്പേസ്ഷിപ്പിനെ ആക്രമിച്ച് നിസ്സാരമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. 24 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ലിന്ന് ഒളിച്ചു നിന്ന് ഒരു റെസ്റ്റോറന്റിനെ നിരീക്ഷിക്കുകയാണ്. അവള് അനധികൃതമായിട്ട് ഏലിയൻസിനെ വേട്ടയാടുന്നവരെ പിടിക്കുന്ന ഒരു സ്പേസ് പോലീസാണ്. റെസ്റ്റോറന്റിനകത്ത് ബെൻലിയുടെ മകൻ റിച്ചാർഡ് ഒരു ഇല്ലീഗൽ ബിസിനസ്മാനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ടെൻലങ് ശരിക്കും വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു ജീവി വർഗത്തിലെ മൃഗമാണ്. അതിനാൽ അതിനെ വേട്ടയാടുന്നത് ഗവൺമെന്റ് പണ്ടേ തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇറച്ചിക്ക് ഭൂമിയിൽ ഭയങ്കര ഡിമാൻഡാണ്. നീ അത് പിടിച്ചോണ്ട് വന്നാൽ നല്ലൊരു തുക തരാമെന്ന് അയാള് റിച്ചാർഡിനോട് പറഞ്ഞു. അയാളുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ടെൻലങ് സഞ്ചരിച്ചിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട്. അത് അയാള് റിച്ചാർഡിന് നൽകി. അങ്ങനെ അവര് സംസാരിക്കുന്നതിനിടയിൽ അവിടെ ഒരു ബോഡി ഗാർഡ് വന്നിട്ട് പുറത്ത് ഒരു പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ബിസിനസ്മാന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ റിച്ചാർഡ് നമ്മളെ ട്രാപ്പിലാക്കാൻ വന്നതാണെന്ന് കരുതി അവനെ പിടിച്ചു കെട്ടാൻ ബിസിനസ്മാൻ പറഞ്ഞു. ബോഡി ഗാർഡ്സ് ഉടനെ റിച്ചാർഡിനെ പിടിച്ചു വെച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ റിച്ചാർഡിനെ പോലീസിന്റെ കാര്യം അറിയില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് ബിസിനസ്മാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ക്രൈസി ബഗ് എന്നറിയപ്പെടുന്ന ഒരു തരം ഏലിയൻ പ്രാണിയുണ്ട്. അതൊരാളുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അയാൾ മുഴുഭ്രാന്തനായി മാറും. അതെടുത്ത് റിച്ചാർഡിന്റെ ചെവിയിലിടാൻ നിന്നതും പെട്ടെന്ന് റിച്ചാർഡ് അതിനെ തട്ടിക്കളഞ്ഞിട്ട് എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തി. അതിനിടയിൽ പ്രാണി വന്ന് ബിസിനസ്മാന്റെ മൂക്കിലൂടെ അകത്ത് കയറി. അങ്ങനെ അയാള് ഭ്രാന്ത് പിടിച്ച് അലറാൻ തുടങ്ങി. വീണ്ടും കുറെ ബോഡി ഗാർഡ്സ് വരുന്നത് കണ്ടിട്ട് റിച്ചാർഡ് വേഗം ആ മാപ്പും കയ്യിൽ എടുത്തിട്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു. റെസ്റ്റോറന്റിൽ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് ലിന്നും അവിടുന്ന് എസ്കേപ്പ് ആയി. 3 മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ലിന്ന് ഇപ്പോൾ റിച്ചാർഡിന്റെ സ്പേസ്ഷിപ്പിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്. പ്രൊജക്ടൈൽ എന്നാണ് റിച്ചാർഡിന്റെ ഷിപ്പിന്റെ പേര്. ഏലിയൻസിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് എന്ന രീതിയിലാണ് അവൾ വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും അവൾ ഒരു അണ്ടർ കവർ ഏജന്റ് ആണ്. റിച്ചാർഡും അവന്റെ ടീമും ഇല്ലീഗലായിട്ട് ഏലിയൻസിനെ വേട്ടയാടുന്നു എന്നറിഞ്ഞതിനാൽ തെളിവ് സഹിതം അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ ഇങ്ങോട്ട് അയച്ചത്. റിച്ചാർഡാണ് പ്രൊജക്ടൈൽ ഷിപ്പിന്റെ ക്യാപ്റ്റൻ. അവന്റെ സഹോദരൻ ഓവൻ അവൾക്ക് ഷിപ്പിലെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ബെറ്റാലിയാണ് ഷിപ്പിലെ കുക്ക്. പണ്ടത്തെ ഒരു ക്രയോ സ്ലീപ്പ് ചാമ്പറാണ് അവള് ഫ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബെറ്റാലിയുടെ ബോയ് ഫ്രണ്ടായ ഹാർപ്പോയും പിന്നെ ഓവനുമാണ് പ്രധാന വേട്ടക്കാര്. വയസ്സനായ ടിമ്മും ഇപ്പോ ഈ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് ബെസ്റ്റ് ഫ്രണ്ടായ ബെൻലിയെ നഷ്ടമായ ശേഷം പിന്നെ ഇയാള് മുഴുകുടിയനായി മാറി. ടിഫാനിയാണ് ഷിപ്പിന്റെ പൈലറ്റ്. ഷിപ്പിന്റെ മെയിന്റനൻസ് വർക്കൊക്കെ ചെയ്യാൻ സ്റ്റബ്സ് എന്നൊരുത്തനും കൂടെയുണ്ട്. പിന്നെ ഇപ്പോൾ ലിന്നെയും കൂടെ ചേർത്ത് ആകെ മൊത്തം 8 പേരാണ് ഈ ഷിപ്പിലുള്ളത്. എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം ലിൻ അവളുടെ മുറിയിൽ ചെന്ന് അവളുടെ ലാപ്ടോപ്പ് തുറന്നു നോക്കി. അതിൽ ഈ ഷിപ്പിലുള്ളവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. എല്ലാവരും പല പല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരാണെന്ന് അതിൽ നിന്നും അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബോസ് അവൾക്കൊരു മെസ്സേജും അയച്ചിട്ടുണ്ട്. കുറെ പ്രകാശവർഷ ദൂരം സഞ്ചരിച്ച ശേഷം വേട്ടയാടേണ്ട നക്ഷത്ര വ്യൂഹത്തിലെത്തി. അവിടെ നമ്മുടെ മാർസിനെ പോലത്തെ ഒരു ഗ്രഹത്തിന് സമീപം വലിയൊരു ആസ്ട്രോയിഡ് ഫീൽഡ് കാണാം. ഈ ആസ്ട്രോയിഡ് ഫീൽഡുകളിൽ ബഹിരാകാശത്തിൽ തന്നെ വളരുന്ന ക്ലിക്കേഴ്സ് എന്ന ഒരുതരം ഏലിയൻസ് ഉണ്ട്. അവയെ പിടിക്കാനാണ് ഇവര് വന്നത്. ടിമ്മും ഓവനും ഹാർപ്പോയും കൂടെ ഹണ്ടിങ്ങിനുള്ള സ്പേസ് സ്യൂട്ടുകളൊക്കെ ധരിച്ച് ക്ലിക്കേഴ്സിനെ പിടിക്കാൻ ബഹിരാകാശത്തിലിറങ്ങി. അകലെ ക്ലിക്കേഴ്സിനെ കണ്ടതും അതെന്താണെന്ന് ലിൻ റിച്ചാർഡിനോട് ചോദിച്ചു. അത് റിച്ചാർഡിന് വളരെ വിചിത്രമായിട്ട് തോന്നി. കാരണം ഏലിയൻസിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ക്ലിക്കേഴ്സിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവൾ എന്തെങ്കിലും ഉടായിപ്പായിരിക്കുമോ എന്ന് റിച്ചാർഡ് സംശയിച്ചു.
ക്ലിക്കേഴ്സിന് ഇഷ്ടമുള്ള ഒരുതരം ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കാണിച്ച് 3 പേരും കൂടെ ക്ലിക്കേഴ്സിനെ ആകർഷിച്ച് വിളിച്ചു വരുത്തി. ക്ലിക്കേഴ്സ് അടുത്തെത്തിയതും അവർ ആ ക്രിസ്റ്റൽസിനെ ഒരു കണ്ടെയ്നറിനകത്തിട്ടു. ഉടനെ ക്ലിക്കേഴ്സും ക്രിസ്റ്റലിന് വേണ്ടി കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറി. എന്നാൽ ഒരു ക്ലിക്കർ മാത്രം ഇത് ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കി അകത്ത് കയറാതെ അവിടെ ഓടി രക്ഷപ്പെട്ടു. ഓവൻ അതിനെ പിടിക്കാൻ പിന്നാലെ പോയി. കുറെ ദൂരം അതിനെ ഫോളോ ചെയ്തു. അവസാനം ഒരിടത്തെത്തിയപ്പോൾ കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് തീവ്രമായി ഒരു പ്രകാശം കണ്ടു. അതിന്റെ ശോഭയിൽ കണ്ണു മങ്ങിപ്പോയ ഓവൻ അബദ്ധത്തിൽ ചെന്നൊരു പാറയിലിടിച്ചു. അതിന്റെ ആഘാതത്തിൽ അവന്റെ സ്യൂട്ട് കേടായി പോയി. ഇനി അവന് തിരിച്ച് പറന്നു വരാൻ കഴിയില്ല. അതേസമയം എന്തോ ഒരു വലിയ ജീവിയെ റേഡാറിൽ കാണിക്കുന്നുണ്ടെന്ന് ടിഫാനി പറഞ്ഞു. ഉടനെ ടിമ്മും ഹാർപ്പോയും കൂടെ കണ്ടെയ്നറിനെ ഷിപ്പിൽ കയറ്റി. റിച്ചാർഡ് ഓവന് നേർക്കൊരു ഹാർപ്പൂൺ വെടിവെച്ചു. അതിന്റെ കയറിൽ പിടിച്ച് ഓവൻ പതിയെ പതിയെ ഷിപ്പിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഷിപ്പിന് സമീപം ടെൻലങ് പ്രത്യക്ഷപ്പെട്ടത്. അതിനെ കണ്ടതും റിച്ചാർഡ് വേഗം ചെന്നൊരു ട്രാക്കിംഗ് ഡിവൈസ് എടുത്ത് ടെൻലങ്ങിനെ വെടിവെച്ചു. അപ്പോൾ ആ ഡിവൈസ് ചെന്ന് ടെൻലങ്ങിന്റെ ദേഹത്ത് പറ്റിയിരുന്നു. ഇനി ടെൻലങ് എവിടെ പോയാലും ഇവർക്കതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ടിമ്മും ഹാർപ്പോയും കൂടെ ഓവനെ ഷിപ്പിൽ കയറാൻ സഹായിച്ചു. ടെൻലങ് ആണെങ്കിൽ കുറച്ചു വട്ടം ഷിപ്പിനെ ചുറ്റിയ ശേഷം വീണ്ടും അപ്രത്യക്ഷമായി. അത് പ്രത്യക്ഷപ്പെടുമ്പോഴും അപ്രത്യക്ഷമാകുമ്പോഴും എന്തോ ഒരു വെള്ള പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അത് പോയപ്പോഴാണ് എല്ലാവരുടെയും ശ്വാസം നേരെ വീണത്. കുറച്ചു കഴിഞ്ഞ് ഡിന്നർ കഴിക്കുന്ന സമയം ലിൻ ഒരു തിയറി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. സംഭവം ടെൻലങ്ങിന് ശരിക്കും വൈറ്റ് ഹോൾസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ബ്ലാക്ക് ഹോൾസ് പോലെ മറ്റൊരു പ്രതിഭാസമാണ് വൈറ്റ് ഹോൾസ്. വൈറ്റ് ഹോൾസിലൂടെ സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് പ്രകാശവർഷങ്ങൾ അകലെ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ടെൻലങ് വരുമ്പോഴും പോകുമ്പോഴും വെള്ള പ്രകാശം ഉണ്ടാകുന്നത്. ഒരിടത്ത് അപ്രത്യക്ഷമായിട്ട് മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അതിനെ പിടിച്ചാൽ ഒരുപാട് കാശ് കിട്ടും. എന്തായാലും റിച്ചാർഡ് അതിന്റെ ദേഹത്ത് ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ട്രാക്ക് ചെയ്ത് പോകാമെന്ന് ലിന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം ഫുൾ ആയല്ലോ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. ശേഷം കുറച്ചു കഴിഞ്ഞ് ഹാർപ്പോ റിച്ചാർഡിനെ കാണാൻ പോയി. ലിന്ന് പറഞ്ഞതുപോലെ നമുക്ക് ടെൻലങ്ങിനെ പിടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാനാണ് അവൻ വന്നത്. പക്ഷേ ലിന്ന് നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. അതിനാൽ ആദ്യം നമ്മളിപ്പോ പിടിച്ച ഏലിയൻസിനെയും കൊണ്ട് തിരികെ പോകാം. ഭൂമിയിലെത്തുമ്പോൾ ലിന്നെ നമുക്ക് ഇറക്കി വിടാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് ടെൻലങ്ങിനെ വേട്ടയാടാമെന്ന് റിച്ചാർഡ് പറഞ്ഞു. ഈ സമയം ലിന്ന് ആരും കാണാതെ കമ്മ്യൂണിക്കേഷൻ റൂമിൽ വന്നിട്ട് പോലീസ് മേധാവിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇതുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാണ് അവള് മെസ്സേജ് അയച്ചത്. പക്ഷേ മെസ്സേജ് ഭൂമിയിലെത്തുന്നതിന് മുന്നേ വേറെ ആർക്കോ അത് കിട്ടിയെന്ന് കമ്പ്യൂട്ടറിൽ കാണിച്ചത് ലിന്ന് ശ്രദ്ധിച്ചില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് റിച്ചാർഡ് അവന്റെ കുട്ടിക്കാലം ഓർക്കുകയായിരുന്നു. ഒരിക്കൽ അവന്റെ ബർത്ത്ഡേക്ക് ബെല്ലി അവനൊരു വലിയ വാള് സമ്മാനമായിട്ട് നൽകിയിരുന്നു. അതോർക്കുന്നതിനിടയിൽ ടിഫാനി അവനെ വിളിച്ചിട്ട് 2 ചെറിയ ഷിപ്പുകൾ നമ്മുടെ പക്കൽ വരികയാണെന്ന് അറിയിച്ചു. ചെക്ക് ചെയ്തപ്പോൾ അത് പൈററ്റ്സ് ആണെന്ന് മനസ്സിലായി. സംഭവം നേരത്തെ ലിന്ന് ഭൂമിയിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഈ പൈററ്റ്സിനാണ് അത് കിട്ടിയത്. ആ മെസ്സേജിലൂടെയാണ് അവർക്ക് ഈ ഷിപ്പിന്റെ ലൊക്കേഷൻ മനസ്സിലായത്. എന്തായാലും പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തീർച്ചയായും പൈററ്റ്സ് ഇവരെ ആക്രമിക്കും. അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ നിങ്ങളെ നമ്മുടെ ഷിപ്പിൽ കയറാൻ സമ്മതിക്കാമെന്ന് റിച്ചാർഡ് റേഡിയോ വഴി പൈററ്റ്സിനോട് പറഞ്ഞു. പൈററ്റ്സ് കയറി വരുന്നതിന് മുന്നേ സേഫ്റ്റിക്ക് വേണ്ടി അവരെ ബെറ്റാലിയെയും ടിഫാനിയെയും ഒരിടത്ത് ഒളിപ്പിച്ചു. പൈററ്റ്സ് വന്നതും ലിന്ന് കുറെ നിയമങ്ങൾ പറഞ്ഞ് പൈററ്റ്സിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അത് കേട്ട് സംശയം തോന്നിയ പൈററ്റ്സിന്റെ ലീഡർ അവളെ പരിശോധിച്ചു നോക്കി. അപ്പോൾ അവളുടെ പോക്കറ്റിൽ നിന്നും പോലീസിന്റെ ബാഡ്ജ് കിട്ടി. അങ്ങനെ അവള് പോലീസ് ആണെന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. ശേഷം പൈററ്റ്സ് ഇവരുടെ എല്ലാ കണ്ടെയ്നേഴ്സും ഒപ്പം ആഹാര സാധനങ്ങളും എടുത്ത് അവരുടെ ഷിപ്പുകളിൽ കയറ്റി. എന്നിട്ട് പ്രൊജക്ടൈൽ ഷിപ്പിൽ ഒരു ട്രാക്കർ വെച്ച ശേഷം അവര് തിരിച്ചുപോയി. ദേഷ്യം വന്ന റിച്ചാർഡ് ലിന്നെ കൊണ്ട് സെല്ലിനകത്ത് പൂട്ടിയിടാൻ പറഞ്ഞു. ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്തു. ഇത്രയും ദൂരം വന്നിട്ട് വെറും കൈയോടെ തിരികെ പോകുന്നത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നേരത്തെ ലിൻ പറഞ്ഞതുപോലെ നമുക്ക് ടെൻലങ്ങിനെ പിടിക്കാം. അതിനെ കൊണ്ട് വിറ്റാൽ അത് നമുക്കൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിരിക്കുമെന്ന് റിച്ചാർഡ് പറഞ്ഞു. അത് ശരിയാണെന്ന് ബാക്കിയുള്ളവർക്കും തോന്നി. അതിനാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പക്ഷെ ആദ്യം ആഹാരത്തിന് വേണ്ടി കുറച്ച് ക്ലിക്കേഴ്സിനെ കൂടെ പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്ന് സ്റ്റബ്സ് പറഞ്ഞു. ശേഷം ഓവൻ ലിന്നെ ചെക്ക് ചെയ്യാൻ പോയി. നീ എന്തിനാണ് ഈ ഷിപ്പിൽ വന്നതെന്ന് ഓവൻ അവളോട് ചോദിച്ചു. നിങ്ങൾ അനധികൃതമായിട്ട് വേട്ടയാടുന്നുവെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അത് അന്വേഷിക്കാനാണ് എന്നെ അയച്ചതെന്ന് ലിന്ന് പറഞ്ഞു. പക്ഷെ അതിനു പുറമെ അവൾക്ക് പേഴ്സണലി മറ്റൊരു ലക്ഷ്യവും കൂടെയുണ്ട്. അതും അവള് പറഞ്ഞു കൊടുത്തു. സംഭവം ഇവൾക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണ്. ഇനിയും 6 മാസത്തിനുള്ളിൽ തന്നെ ഇവളുടെ മരണം ഉറപ്പാണ്. വൈറ്റ് സ്പേസിൽ പ്രവേശിച്ചാൽ സകല രോഗങ്ങളും മാറുമെന്ന ഐതിഹ്യം അവളും കേട്ടിട്ടുണ്ട്. ടെൻലങ്ങിന്റെ സഹായത്തോടെ മാത്രമേ വൈറ്റ് സ്പേസിൽ കയറാൻ കഴിയൂ എന്ന കാര്യവും അവൾക്കറിയാം. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ടെൻലങ് പോകുന്ന പാതയിലെല്ലാം ഈ ഷിപ്പും പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഷിപ്പിൽ വന്നാൽ ഒരുപക്ഷെ ടെൻലങ്ങിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ് അവള് യഥാർത്ഥത്തിൽ ഈ ഷിപ്പിൽ വന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം അവള് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഓവൻ ഒരു കാര്യം മനസ്സിലായത്. ശരിക്കും അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാൻ റിച്ചാർഡ് കഴിഞ്ഞ കുറെ
മാസങ്ങളായിട്ട് ടെൻലങ്ങിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ഉടനെ അവൻ ചെന്നത് റിച്ചാർഡിനോട് ചോദിച്ചു. റിച്ചാർഡ് അത് സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ഓവന് ദേഷ്യമായി. കാരണം ടെൻലങ്ങിനെ പിടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇനി അഥവാ പിടിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാൻ അതിനേക്കാൾ പ്രയാസമായിരിക്കും. അങ്ങനെ അത് പറഞ്ഞ് അവർ തമ്മിൽ തർക്കിക്കുന്നതിനിടയിൽ ഷിപ്പിന്റെ ജനാലയിൽ ആംബർ ഗ്രിൽസ് എന്നൊരു തരം പദാർത്ഥം വന്ന് പതിച്ചു. നോക്കിയപ്പോൾ പുറത്ത് കുന്നോളം ആംബർ ഗ്രിൽസ് കുമിഞ്ഞുകൂടി കിടക്കുന്നത് കണ്ടു. വിറ്റാൽ ഒരുപാട് കാശ് കിട്ടുന്ന വളരെ റെയർ ആയ ഒരു സാധനമാണ് ആംബർ ഗ്രിൽസ്. അതിനാൽ അത് ശേഖരിക്കാൻ വേണ്ടി ഓവനും ടിമ്മും ഹാർപ്പോയും കൂടെ സ്യൂട്ടുകളും ധരിച്ച് പുറത്തുപോയി. നോക്കിയപ്പോൾ പുറത്ത് കുറെ ക്ലിക്കേഴ്സുമുണ്ട്. അവ ആംബർ ഗ്രിൽസ് കഴിക്കാൻ വന്നതാണ്. അങ്ങനെ അവര് കുറച്ച് ക്ലിക്കേഴ്സിനെ കൂടെ പിടികൂടി. അതിനിടയിൽ അവിടെ വീണ്ടും പൈറേറ്റ്സ് എത്തി. ഇനി എന്തായാലും പൈറേറ്റ്സിനെ അടുപ്പിക്കേണ്ടെന്ന് റിച്ചാർഡും ടീമും തീരുമാനിച്ചു. പക്ഷേ ഷിപ്പിന്റെ ഹൈപ്പർ ഡ്രൈവ് കേടായി പോയിരിക്കുകയാണ്. അത് ശരിയാക്കിയാൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ. ഉടൻ തന്നെ സ്റ്റബ്സ് ചെന്നത് ശരിയാക്കാൻ തുടങ്ങി. എത്രയും വേഗം നിങ്ങൾ തിരിച്ചു വരണമെന്ന് റിച്ചാർഡ് പുറത്തു പോയവരോട് പറഞ്ഞു. അപ്പോഴേക്കും പൈറേറ്റ്സ് പ്രൊജക്ടൈലിനെ വെടിവെക്കാൻ തുടങ്ങി. പ്രൊജക്ടൈലിന് ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ടെങ്കിലും ഇനിയും അധികം നേരം അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിനാൽ ഷിപ്പിലുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ എജക്ട് ചെയ്യാൻ റിച്ചാർഡ് ടിഫാനിയോട് പറഞ്ഞു. വളരെ വേഗത്തിലായിരിക്കും ആ കണ്ടെയ്നേഴ്സ് ഇജക്ട് ആകുന്നത്. അപ്പോൾ അവ ചെന്ന് ഇടിച്ച് പൈറേറ്റ്സിന്റെ ഷിപ്പുകളൊക്കെ തകരുമെന്നായിരുന്നു റിച്ചാർഡിന്റെ പ്ലാൻ. പക്ഷേ ഹാർപ്പോ ഇപ്പോഴും പുറത്താണ്. കണ്ടെയ്നേഴ്സ് ഇജക്ട് ചെയ്താൽ അത് ചെന്ന് അവന്റെ ദേഹത്ത് ഇടിക്കാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും അത് കാര്യമാക്കാതെ ഇജക്ട് ചെയ്യാൻ റിച്ചാർഡ് പറഞ്ഞു. അവൻ വിചാരിച്ചതുപോലെ കണ്ടെയ്നർ ചെന്നിടിച്ച് ഒരു പൈറേറ്റ് ഷിപ്പ് തകർന്നു. ഹാർപ്പോ കണ്ടെയ്നേഴ്സിനിടയിലൂടെ വളരെ കഷ്ടപ്പെട്ട് പറന്നുവന്ന് സേഫായിട്ട് പ്രൊജക്ടൈലിൽ കയറി. അവസാനം രണ്ടാമത്തെ പൈറേറ്റ് ഷിപ്പ് പ്രൊജക്ടൈലിന് നേർക്ക് മിസൈലുകൾ അയച്ചതും ഇവിടെ സ്റ്റബ്സ് ഹൈപ്പർ ഡ്രൈവ് ശരിയാക്കി. അങ്ങനെ അവർ അതിവേഗത്തിൽ അവിടെ നിന്നും പറന്നുപോയി. ജസ്റ്റ് മിസ്സിനാണ് അവർ മിസൈലിൽ നിന്നും രക്ഷപ്പെട്ടത്. ശേഷം എന്റെ സേഫ്റ്റി നോക്കാതെ കണ്ടെയ്നേഴ്സ് ഇജക്ട് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ച് ഹാർപ്പോ റിച്ചാർഡിനോട് ദേഷ്യപ്പെട്ടു. അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് റിച്ചാർഡ് പറഞ്ഞു. എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഹാർപ്പോ വീണ്ടും ദേഷ്യപ്പെട്ടു. അപ്പോൾ റിച്ചാർഡ് അവനെ തൂക്കിയെടുത്ത് ഭിത്തിയിൽ കയറ്റി. എന്നിട്ട് എന്റെ തലയിൽ കയറാൻ വന്ന നിന്നെ ഇടിച്ച് റൊട്ടിയാക്കുമെന്ന് പറഞ്ഞു. അവസാനം ടിമ്മ് വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഈ സമയം സ്റ്റബ്സ് കാർഗോ റൂമിൽ ചെന്ന് ഹെൽമറ്റുകളിൽ പറ്റിയിരുന്ന ആംബർ ഗ്രിൽസ് ഒക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരു ക്ലിക്കറിനെ അടച്ചിട്ടിരിക്കുന്ന കൂടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധിച്ചത്. അവൻ ചെന്ന് അത് അടയ്ക്കാൻ പോയി. പക്ഷെ അതിനിടയിൽ ഒരു പ്രാണി അവനെ കടിക്കുകയും അവന്റെ ശരീരത്തിനുള്ളിൽ കയറുകയും ചെയ്തു. അത് ആദ്യം കണ്ടതുപോലത്തെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പ്രാണിയാണ്. അവൻ വെപ്രാളത്തിൽ അതിനെ തട്ടിക്കളയാൻ നോക്കുന്നതിനിടയിൽ ക്ലിക്കറിന്റെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. അവൻ റൂമിൽ ചെന്നപ്പോഴേക്കും പ്രാണി ശരീരത്തിനുള്ളിൽ തന്നെ പെറ്റുപെരുകി. ഇപ്പോ ശരീരം മുഴുവൻ പ്രാണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം അവന് ഭയങ്കര വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കിടന്നലറാൻ തുടങ്ങി. ശേഷം എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചിട്ട് കുറച്ചുനേരം വിശ്രമിക്കാൻ പോയി. അപ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ബെറ്റാലി ഹാർപ്പോയോട് പറഞ്ഞത്. ഇനി അവർക്ക് കൂടുതൽ കാശ് ആവശ്യമാണ്. അതിനാൽ കുറച്ച് ആംബർ ഗ്രിൽസ് എടുത്തുകൊണ്ട് വന്ന് അവൻ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ സമയം റിച്ചാർഡ് ലിന്നെ ചെക്ക് ചെയ്യാൻ വന്നു. ടെൻലങ്ങിനെ കൊല്ലുന്നതിൽ ലിൻ എതിരാണ്. കാരണം വൈറ്റ് സ്പേസിലേക്ക് പോകണമെങ്കിൽ ടെൻലങ് ജീവനോടെ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിനെ കൊന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുമെന്നും പിന്നെ നിങ്ങൾക്കൊരിക്കലും വേട്ടയ്ക്ക് വരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൾ റിച്ചാർഡിനെ ഭീഷണിപ്പെടുത്തി. പക്ഷെ അവൻ അത് കാര്യമാക്കാതെ അവളെ വീണ്ടും പൂട്ടിയിട്ടിട്ട് തിരിച്ചുപോയി. അവൻ പോയ ശേഷം അവൾ വളരെ വിദഗ്ധമായിട്ട് ഡോറിന്റെ ലോക്ക് പൊട്ടിച്ചു. എന്നിട്ട് സ്പേസ്ഷിപ്പിലൂടെ പതിയെ പതിയെ നടന്നു. ഇതേ സമയം ആരോ സ്പേസ്ഷിപ്പിലെ ഓക്സിജൻ ടാങ്ക് തകർക്കുന്നത് കാണാം. ലിന്ന് ആരും കാണാതെ കമ്മ്യൂണിക്കേഷൻ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഹാർപ്പോ അവളെ കണ്ടു. ഉടനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആയി. അതിനിടയിൽ അവിടെ സ്റ്റബ്സ് കയറി വന്നു. ഇവരെ കണ്ടതും അവൻ നിലവിളിച്ചുകൊണ്ട് അവിടെ നോടി. അത് കണ്ട് ലിൻ അതിശയിച്ച് നിൽക്കുന്ന തക്കത്തിൽ ഹാർപ്പോ ഒരു കമ്പി എടുത്ത് അവളെ അടിച്ചു വീഴ്ത്തി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവളെ കാർഗോ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പുറത്ത് ഹാർപ്പോയും റിച്ചാർഡും സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാം. ഓക്സിജൻ ടാങ്ക് തകർത്തത് ലിൻ ആണെന്നാണ് ഹാർപ്പോ പറയുന്നത്. അവര് പോയി കുറച്ചു കഴിഞ്ഞ ശേഷമാണ് ക്ലിക്കറിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അതേസമയം ഇവിടെ റിച്ചാർഡും ടിഫാനിയും കമ്പ്യൂട്ടറിൽ എന്തോ ഒരു അലാറം കേട്ടു. നോക്കിയപ്പോൾ അവർക്ക് ചുറ്റും ഒരുപാട് ഷിപ്പുകൾ തകർന്നു കിടക്കുന്നത് കണ്ടു. ഇടയ്ക്ക് ഏതോ ഒരു ഷിപ്പിന്റെ തകർന്ന ഒരു ഭാഗത്തിൽ അക്യൂഷ്നെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് യഥാർത്ഥത്തിൽ പണ്ട് ബെൻലിയുടെ ഷിപ്പിന്റെ പേരായിരുന്നു. അപ്പോൾ അന്ന് ബെൻലി കൊല്ലപ്പെട്ട സ്ഥലത്തിലൂടെയാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഷിപ്പുകളെല്ലാം ടെൻലങ് ആയിരിക്കും തകർത്തതെന്നും നമുക്ക് ഊഹിക്കാം. ഈ സമയം സ്റ്റബ്സ് ഒരു കത്തിയും കൊണ്ട് വെന്റുകളിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ടിം റിച്ചാർഡിനെ കാണാൻ വന്നു.
അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന്, നേരത്തെ ഓക്സിജൻ ടാങ്ക് തകർത്തത് യഥാർത്ഥത്തിൽ ഹാർപ്പോയാണ്. സംഭവം ടെൻലങ്ങിനെ പിടിക്കാൻ പോകുന്നത് തീർച്ചയായും ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതിനാൽ നേരത്തെ ബെറ്റാലി പ്രഗ്നന്റ് ആണെന്ന് അറിയിച്ച ശേഷം പിന്നെ ടെൻലങ്ങിനെ തേടി പോകുന്നതിനോട് ഹാർപ്പോയ്ക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ടെൻലങ്ങിനേക്കാൾ വിലപിടിപ്പുള്ള സാധനമാണ് ആംബർ ഗ്രിൽസ്. അപ്പോൾ പിന്നെ ലൈഫ് ടൈം സെറ്റിൽമെന്റിന് അത് വിറ്റ് കിട്ടുന്ന കാശ് മാത്രം മതിയെന്നാണ് ഹാർപ്പോയുടെ അഭിപ്രായം. പക്ഷേ തിരികെ പോകാമെന്ന് താൻ പറഞ്ഞാൽ റിച്ചാർഡ് അത് കേൾക്കില്ലെന്ന് ഹാർപ്പോയ്ക്ക് അറിയാം. എന്നാൽ ഓക്സിജൻ കുറവാണെന്ന് കാണുമ്പോൾ റിച്ചാർഡ് തിരിച്ചു പോകാൻ തീരുമാനിക്കുമെന്നവൻ കരുതി. അതിനു വേണ്ടിയിട്ടാണ് അവൻ ടാങ്ക് നശിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ടെൻലങ്ങിനെ പിടിക്കുന്നത് തന്നെയായിരുന്നു ആദ്യം മുതലേ റിച്ചാർഡിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ടെൻലങ്ങിനെ ഇത്രയും കാലം ഫോളോ ചെയ്തത്. അത് അവന്റെ കൂടെയുള്ള ആർക്കും അറിയില്ല. കാരണം ടെൻലങ്ങിനെ പിടിക്കാൻ ആരും തന്നെ തയ്യാറാകില്ല. നേരത്തെ പൈറേറ്റ്സ് വന്നത് ലിന്നിന്റെ മെസ്സേജ് കിട്ടിയിട്ടല്ല, മറിച്ച് റിച്ചാർഡാണ് വിളിച്ചു വരുത്തിയത്. അത് പൈറേറ്റ്സിന് പോലും അറിയില്ല. പക്ഷെ ടിം ഇതെല്ലാം ഊഹിച്ചെടുത്തു. പൈറേറ്റ്സ് വന്നാൽ തീർച്ചയായും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് റിച്ചാർഡിന് അറിയാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ടെൻലങ്ങിനെ പിടിക്കുകയല്ലാതെ ഇവർക്ക് വേറെ വഴിയുണ്ടായിരിക്കില്ല. ഇതായിരുന്നു റിച്ചാർഡിന്റെ പ്ലാൻ. ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കാർഗോ റൂമിൽ ക്ലിക്കർ കൂട്ടിൽ നിന്നും എസ്കേപ്പ് ആയി. എന്നിട്ട് ലിന്നെ ആക്രമിക്കാൻ വന്നു. ഉടനെ അലാറം കേട്ട് റിച്ചാർഡ് അവിടെ ഓടിയെത്തി. അവൻ കാർഗോ റൂമിന്റെ വാതില് തുറന്ന് അവളെ പുറത്തു കൊണ്ടുവന്നു. എങ്കിലും ക്ലിക്കർ വീണ്ടും അവരെ ഫോളോ ചെയ്തു. ഇടയ്ക്ക് റിച്ചാർഡ് അതിനെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ആക്രമിക്കാൻ നോക്കി. പക്ഷെ അതിനൊന്നും തന്നെ സംഭവിച്ചില്ല. അവസാനം ഓടി ഓടി അവരൊരിടത്തെത്തിയപ്പോൾ ക്ലിക്കർ ലിന്നെ പിടികൂടി. നോക്കിയപ്പോൾ ക്ലിക്കർ നിൽക്കുന്നതിന് മുകളിൽ ഒരു വലിയ ബോക്സ് തൂക്കിയിട്ടിരിക്കുന്നത് റിച്ചാർഡ് ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് ചെന്ന് അത് റിലീസ് ചെയ്തതും അത് വന്ന് ക്ലിക്കറിന്റെ മണ്ടയിൽ കൂടെ വീണു. അപ്പോ അത് ചമ്മന്തിയായി പോയി. അതിനുശേഷം പിന്നെ അവളെ പൂട്ടിയിട്ടില്ല. ഈ സമയം ഹാർപ്പോ ടിഫാനിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ടെൻലങ്ങിനെ പിടിക്കാൻ പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ജീവനോടെ തിരിച്ച് ഭൂമിയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കും അതിനെക്കുറിച്ച് അറിയാമല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റിച്ചാർഡ് തിരികെ പോകാൻ തയ്യാറാകില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അവനെ അങ്ങ് കൊല്ലാം. എന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ച് ഭൂമിയിൽ പോകാമെന്നാണ് ഹാർപ്പോ പറയുന്നത്. അത് മാത്രമല്ല, ഓക്സിജൻ കുറഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും 12 മണിക്കൂറുകൾ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്വാസം മുട്ടി ഇവിടെ കിടന്ന് മരിച്ചു പോകുമെന്നും അവൻ ഓർമ്മപ്പെടുത്തി. പക്ഷേ ആരും ജോലി തരാതിരുന്ന സമയത്ത് റിച്ചാർഡാണ് എനിക്ക് ജോലി തന്നത്. അതിനാൽ ഞാൻ അവനെ ചതിക്കാൻ തയ്യാറാകില്ലെന്നാണ് ടിഫാനി പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ് ഷിപ്പിന് സമീപം വീണ്ടും ടെൻലങ് പ്രത്യക്ഷപ്പെട്ടു. വന്ന ഉടനെ അത് ഷിപ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. ഓവനും ടിമ്മും ഹാർപ്പോയും കൂടെ അതിനെ തിരിച്ചാക്രമിക്കാൻ സ്യൂട്ടുകൾ ധരിച്ച് പുറത്തുപോയി. ഓവൻ ഉൽക്കകളെ വലിച്ചെടുത്ത് അതിന്റെ ദേഹത്തെറിഞ്ഞു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും അതിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്നിട്ട് അവൻ ടെൻലങ്ങിന്റെ പുറത്ത് കയറിയിരുന്ന് വെടിവെക്കാൻ നോക്കി. പക്ഷെ അതും കാര്യമായില്ല. ഇടയ്ക്ക് അത് ടിമ്മിനെ അടിച്ച് തൂക്കിയെറിഞ്ഞു. ഭാഗ്യത്തിന് അയാൾക്കൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഓവനെയും തൂക്കിയെറിഞ്ഞു. നിർഭാഗ്യവശാൽ അവൻ ചെന്നൊരു ആസ്ട്രോയിഡിൽ ഇടിച്ചു. അതിന്റെ ആഘാതത്തിൽ അവന്റെ തല പൊട്ടി രക്തമൊലിക്കാൻ തുടങ്ങി. അതോടെ അവന്റെ സ്യൂട്ടും വർക്കാകാതെയായി. സെക്കൻഡുകൾക്കുള്ളിൽ ടെൻലങ് വന്ന് ഓവനെ പിടിച്ച് ചെമ്പരത്തി പൂ പിച്ച് ചീന്തുന്നത് പോലെ ചന്നാ പിന്നെ വലിച്ചു കീറി കളയുകയും ചെയ്തു. എന്നിട്ട് വൈറ്റ് ഹോൾ ഉണ്ടാക്കി അവിടുന്ന് അപ്രത്യക്ഷമായി. ശേഷം ഹാർപ്പോ വീണ്ടും ടിഫാനിയോട് സംസാരിച്ചു. ഷിപ്പിന്റെ ഫോഴ്സ് ഫീൽഡിന് ഇപ്പോൾ പകുതി ശക്തി പോലും ബാക്കിയില്ല. ഓക്സിജൻ ലെവൽ ആണെങ്കിൽ തീരെ കുറഞ്ഞിരിക്കുകയാണ്. റിച്ചാർഡിന്റെ സ്വന്തം സഹോദരൻ പോലും മരിച്ചുപോയി. ടെൻലങ്ങിനെ ഫോളോ ചെയ്താൽ ഇനി നമ്മുടെ അവസ്ഥയും അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് ഹാർപ്പോ പറഞ്ഞു. ഇത്തവണ ഹാർപ്പോ പറയുന്നത് ശരിയാണെന്ന് തന്നെ അവൾക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അവൾ സമ്മതിച്ചു. ശേഷം കുറച്ചു കഴിഞ്ഞ് ആരും കാണാതെ ഹാർപ്പോ കമ്മ്യൂണിക്കേഷൻ റൂമിൽ പോയി. എന്നിട്ട് ടെൻലങ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൻ ഭൂമിയിലേക്ക് ഒരു എമർജൻസി മെസ്സേജ് അയച്ചു. ഈ സമയം റിച്ചാർഡും ലിന്നും ടിമ്മും കൂടെ സ്റ്റബ്സിനെ തേടി നടക്കുകയായിരുന്നു. കാരണം അവന് മാത്രമേ ഓക്സിജൻ ടാങ്ക് റിപ്പയർ ചെയ്യാൻ അറിയൂ. പക്ഷെ അവനെ ഒരിടത്തും കാണാനില്ല. ഒരിടത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് പാരസൈറ്റുകൾ കിടക്കുന്നത് കണ്ടു. അത് നേരത്തെ കണ്ട പ്രാണിയുടെ ലാർവകളാണ്. അത് കണ്ടപ്പോൾ സ്റ്റബ്സിന്റെ ദേഹത്ത് പ്രാണി കയറി കാണുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവിടെ പൈറേറ്റ്സ് എത്തിയത്. അവര് പ്രൊജക്ടൈൽ ഷിപ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിൽ ടെൻലങ്ങും അവിടെ എത്തി. അത് പൈറേറ്റ്സിന്റെ ഷിപ്പിനെയാണ് ആക്രമിച്ചത്. അവസാനം ഷിപ്പിനെ മൊത്തം തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞതും പൈറേറ്റ്സിന്റെ ലീഡർ ഒരു എസ്കേപ്പ് പോഡിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ടെൻലങ് ആ എസ്കേപ്പ് പോഡിനെയും പൈറേറ്റ്സിന്റെ ഷിപ്പിനെയും പുല്ല് പോലെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് വൈറ്റ് ഹോൾ ഉണ്ടാക്കി അത് അപ്രത്യക്ഷമായി. പ്രൊജക്ടൈലിൽ മൊത്തം തകരാറുകളാണ്. ടിഫാനി എഞ്ചിൻ ശരിയാക്കാൻ എഞ്ചിൻ റൂമിലേക്ക് പോയി.
ഈ സമയം ഹാർപ്പോയും ബെറ്റാലിയും കൂടെ റിച്ചാർഡിനെ ചതിക്കുന്ന കാര്യം പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്ന് ബെറ്റാലി പറഞ്ഞപ്പോൾ ടിഫാനിയും നമ്മളെ സഹായിക്കുമെന്ന് ഹാർപ്പോ പറഞ്ഞു. ഈ സമയം റിച്ചാർഡ് ആണെങ്കിൽ ഷിപ്പിന്റെ പവർ സോഴ്സ് ചെക്ക് ചെയ്യാൻ പോയി. അപ്പോഴാണ് അവിടെ ലിന്ന് വന്നത്. എന്തെങ്കിലും ആയുധമില്ലാതെ എനിക്ക് ചിലപ്പോൾ സ്റ്റബ്സിനെ നേരിടാൻ പറ്റില്ലെന്ന് ലിന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് അവന്റെ അച്ഛൻ പണ്ട് ഗിഫ്റ്റ് കൊടുത്ത വാളെടുത്ത് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ അതും കൊണ്ട് സ്റ്റബ്സിനെ തേടിപ്പോയി. അവള് പതിയെ ഷിപ്പിലൂടെ നടക്കുന്നതിനിടയിൽ സ്റ്റബ്സ് പിന്നിലൂടെ വന്ന് അവളെ ആക്രമിക്കാൻ നോക്കി. പക്ഷെ അവൾ അവന്റെ ഒരു കൈ വെട്ടിക്കളഞ്ഞു. അവൻ ഉടനെ അവിടുന്ന് പേടിച്ചോടി. എന്നിട്ട് മുറിവുണങ്ങാൻ വേണ്ടി മുറിവിൽ തീ കത്തിച്ചു. കുറച്ചു കഴിഞ്ഞ് ടിഫാനി കുളിക്കാൻ വന്നതും അവിടെ സ്റ്റബ്സ് വന്ന് അവളെ കുത്തി കൊന്നുകളഞ്ഞു. പിന്നെ അവൻ നേരെ കിച്ചണിൽ ചെന്ന് ബെറ്റാലിയെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ ഒരു പാൻ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അവൻ വീണ്ടും എണീറ്റ് വന്ന് ബെറ്റാലിയുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കി. അവളുടെ നിലവിളി കേട്ട് അവിടെ ലിൻ ഓടിയെത്തി. വന്ന ഉടനെ അവൾ വാളുകൊണ്ട് അവന്റെ തല വെട്ടിക്കളഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ബെറ്റാലി മരിച്ചുപോയിരുന്നു. ഇതേസമയം ഹാർപ്പോ റിച്ചാർഡിനെ കൊല്ലാൻ വേണ്ടി പോവുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് ടെൻലങ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഉടനെ റിച്ചാർഡ് സ്യൂട്ടും ധരിച്ച് അതിനെ ആക്രമിക്കാൻ പോയി. അവനതിനെ കുറെ വെടിവെച്ചു. അപ്പോൾ ടെൻലങ് അവനെ വിടാതെ ഫോളോ ചെയ്തു. ടിം ഷിപ്പിലിരുന്ന് അതിനെ വെടിവെക്കാൻ നോക്കി. പക്ഷെ അത് പറ്റുന്നില്ല. അതിനാൽ അയാളും കൂടെ സ്യൂട്ടും എടുത്തിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചു. എന്നാൽ അയാള് സ്യൂട്ട് ഇടാൻ തുടങ്ങിയതും ഹാർപ്പോ വന്ന് അയാളെ തടഞ്ഞു. റിച്ചാർഡിനെ എന്തായാലും കൊല്ലണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോ അവൻ പുറത്തുപോയി. ഇനി അവനെ തിരിച്ചു കയറ്റാതിരുന്നാൽ സ്പേസിൽ കിടന്ന് അവൻ സ്വയം ചത്തോളും. അല്ലെങ്കിൽ ടെല്ലങ് തന്നെ അവനെ കൊല്ലും. ആ തക്കത്തിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഹാർപ്പോ ടിമ്മിനോട് പറഞ്ഞു. പക്ഷെ റിച്ചാർഡിനെ ചതിക്കാൻ അയാൾ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ ഇയാളെയും കൂടെ കൊല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് ഹാർപ്പോ ടിമ്മിനെ കൊല്ലാൻ വന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. അവസാനം ഹാർപ്പോ ടിമ്മിനെ കൊല്ലാൻ നിന്നതും ടിം ഒരു ബട്ടൺ അമർത്തി. ഉടനെ അയാളുടെ സ്യൂട്ടിൽ നിന്നും ഒരു കമ്പി തെറിച്ചു വന്ന് ഹാർപ്പോയുടെ കഴുത്തിൽ കുത്തിയിറങ്ങി. അങ്ങനെ ഹാർപ്പോ പടമായി. ഈ സമയം പുറത്ത് റിച്ചാർഡ് ടെൻലങ്ങുമായിട്ട് മുട്ടൻ ഫൈറ്റ് ആണ്. ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി ടെൻലങ് അവനെ ചേസിംഗ് ആയിരുന്നു. അതിനെ ആക്രമിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷെ അവസാനം അത് അവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ഒടുവിൽ ടിം പുറത്തു വന്ന് നോക്കിയപ്പോൾ ടെൻലങ് റിച്ചാർഡിനെ പിടിച്ച് തിന്നുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ട് അത് ഷിപ്പിനെ തകർക്കാൻ തുടങ്ങി. ഷിപ്പിനകത്ത് ലിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കിച്ചണിൽ ഒരു ക്രയോ സ്ലീപ്പ് ഉള്ള കാര്യം അവൾ ഓർത്തത്. അവൾ ഓടിച്ചെന്ന് അതിനകത്ത് കയറിയിട്ട് ക്രയോ സ്ലീപ്പ് ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഷിപ്പ് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുന്നേ അവള് ഷിപ്പിൽ നിജക്റ്റ് ആയി. അപ്പോൾ ചാമ്പറിനകത്ത് അവൾ ഫ്രീസായി കിടക്കുന്നത് കാണാം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ടിം അകലെ നിൽപ്പുണ്ടായിരുന്നു. ഷിപ്പിനെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ട് ടെൻലങ് വൈറ്റ് ഹോൾ ഉണ്ടാക്കി അപ്രത്യക്ഷമായി. അതിനിടയിൽ ലിന്നിന്റെ ചാമ്പറും വൈറ്റ് ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവൾ വൈറ്റ് സ്പേസിൽ എത്തിക്കാണുമെന്ന് നമുക്ക് അനുമാനിക്കാം. ശേഷം നേരത്തെ ഹാർപ്പോ എമർജൻസി മെസ്സേജ് അയച്ചത് കാരണം അവിടെ ഒരു റെസ്ക്യൂ സ്പേസ്ഷിപ്പ് എത്തി. അങ്ങനെ അതിൽ കയറി ടിം രക്ഷപ്പെട്ടു. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.